നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ന് 15/3/2026 ഞായർ. സാധാരണ ഞായറാഴ്ച ദിവസം സർക്കാർ ഓഫീസുകൾ പൊതുവെ അടഞ്ഞുകിടക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിറങ്ങിയ ഒരു സർക്കാർ ഉത്തരവാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയ അധിക ഭൂമിക്ക് പോക്കുവരവ് ചെയ്ത് നികുതി അടയ്ക്കാം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഡിജിറ്റൽ സർവേയിൽ അധികമായി കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഭൂമിക്ക് ആധാരം ചെയ്യുന്നതിനും പോക്കുവരവ് ചെയ്യുന്നതിനും നികുതി ഒടുക്കുന്നതിനും പുതിയ വ്യവസ്ഥ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പറയുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോമി DC. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്നതാണ് സർക്കാരിൻ്റെ ഭൂനയം. അതിൻ്റെ ഭാഗമായി സർക്കാർ ഭൂമി കൈവശമുള്ളവർക്കെല്ലാം പട്ടയം, ഭൂമി ഇല്ലാത്തവർക്ക് മണ്ണും വീടും പദ്ധതി, ഇങ്ങനെ നിരവധി ഭൂവിതരണ നടപടികൾ നടന്നു വരികയാണല്ലോ. ഭൂമി എന്നത് വളരെ അമൂല്യമായ ഒരു വിഭവമാണ്. എല്ലാവർക്കും ഭൂമി വിതരണം ചെയ്യപ്പെടുക എന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രതിഫലനമാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതിൽ ഒന്നാമത് വരുന്ന ലാൻഡ് എന്ന വിഭവം വിതരണം ചെയ്യപ്പെടുമ്പോൾ സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്കാണ് മുൻഗണന ലഭിക്കുക. ലാൻഡിൻ്റെ പ്രത്യേകത അതിൽ നിന്നും റെൻറ്റും റവന്യൂവും ലഭിക്കുമെന്നതാണ്. ആർക്ക് ലഭിക്കും എന്ന് ചോദിച്ചാൽ കൈവശക്കാരന് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ കൈവശക്കാരന് ലഭിക്കുന്ന ആ റവന്യൂവിൻ്റെ ഒരു വിഹിതം ലഭിക്കാൻ സർക്കാരിന് കൂടി അവകാശമുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭൂമിയുടെ കൈവശക്കാരനിൽ നിന്നും ഒരു ലാഭവിഹിതം നികുതിയായി പിരിച്ചെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന്. അതാർക്കും തടയാനാകില്ല. നികുതി തിട്ടപ്പെടുത്തുന്നത് സെറ്റിൽമെൻറ്റ് നടപടികളിലൂടെയാണ്. ഇവിടെ 3 സെറ്റിൽമെൻറ്റ് നടപടികളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ആദ്യത്തെ സെറ്റിൽമെൻറ്റിനെ പറയുന്നത് ഒറിജിനൽ സെറ്റിൽമെൻറ്റ് എന്നാണ്. അത് സ്വാതന്ത്ര്യത്തിന് വളരെ മുൻപാണ് നടന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നടത്തിയ സെറ്റിൽമെൻറ്റിനെ റീസർവേ സെറ്റിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 3ാമത്തെ സെറ്റിൽമെൻറ്റാണ് നടക്കുന്നത്. അതിനെ ഡിജിറ്റൽ സർവേ സെറ്റിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. ഓരോ സെറ്റിൽമെൻറ്റും പരസ്പര പൂരകങ്ങളാണ്. ആദ്യം നടന്ന സെറ്റിൽമെൻറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അടുത്ത സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. ഭൂമി ഓരോ പ്രാവശ്യം സെറ്റിൽമെൻറ്റ് നടത്തുമ്പോഴും വളരെ വർഷങ്ങൾ കഴിയുന്നതുകൊണ്ട് ഭൂമിയുടെ സ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാം. ഭൂമി സ്ഥിരമായി നിൽക്കുന്ന ഒരു വസ്തുവല്ല. ശാസ്ത്രം പറയുന്നത് ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണെന്നാണ്. അത് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സ്വയം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സൂര്യൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ആകർഷണത്തിന് വിധേയമാണ്. ഭൂമിയുടെ പ്രതലത്തിലും നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങൾ 50ഉം 100ഉം വർഷങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന സെറ്റിൽമെൻറ്റിലും പ്രതിഫലിക്കും. ഓരോ ഹോൾഡിങ്ങുകളിലും വിസ്തീർണ്ണ കുറവോ വിസ്തീർണ്ണ കൂടുതലോ ഒക്കെ വരാം. ഇത് നാച്ചുറലായി വരുന്നതാകാം, കൈവശക്കാർ ബലപ്രയോഗത്തിലൂടെ വരുത്തുന്നതും ആകാം. സെറ്റിൽമെൻറ്റ് നടത്തി രേഖകൾ റവന്യൂ ഭരണത്തിന് കൈമാറുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ചില പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. ഭൂമി കൂടുതലായി ലഭിച്ചവർക്ക് മനസ്സിലൊരു ലഡ് പൊട്ടുകയാണ്. എന്നാൽ ഭൂമി കുറവ് വന്നവർക്ക് നിരാശയും വ്യസനവും. ഒരു ഉദാഹരണം നോക്കാം. എനിക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ അത് 12 സെൻറ്റായി. അടുത്ത പുരയിടക്കാരന് 20 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അതിപ്പോൾ 18 ഉള്ളൂ. അദ്ദേഹം എന്നെ സംശയദൃഷ്ടിയോടെ നോക്കുകയാണ്. എന്നാൽ എനിക്ക് ശരിയായ മതിലുണ്ട്. മതിലിനുള്ളിലാണ് എൻ്റെ വസ്തു. അദ്ദേഹത്തിൻ്റെ വസ്തുവിനും ചുറ്റുമതിലുണ്ട്. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? അദ്ദേഹം വീണ്ടും OLC കൊടുത്ത് അളപ്പിക്കുകയാണ്. OLC എന്ന് വെച്ചാൽ ഒറിജിനൽ ലാൻഡ് കംപ്ലൈൻറ്റ്. അപ്പോഴും 18 സെൻറ്റ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഇവിടെ എൻ്റെ കൈവശം അധികമായുള്ള 2 സെൻറ്റ് എനിക്ക് തന്നെ തരുന്നതിനാണ് സർക്കാരിന് താൽപ്പര്യം. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. അതിനു മുൻപായി ഭൂമി കുറവുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ നോക്കാം. ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് സിവിൽ കോടതി വഴി എൻ്റെ കൈവശമിരിക്കുന്ന 2 സെൻറ്റ് തിരികെ പിടിക്കുകയാണ്. തിരികെ പിടിക്കുന്നതിന് കോടതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകേണ്ടി വരും. പ്രധാന ചോദ്യം എൻ്റെ കൈവശമുള്ള ഭൂമി അദ്ദേഹത്തിൻ്റേതാണ് എന്ന് തെളിയിക്കേണ്ടി വരും. അതുപോലെ കോടതി ചോദിക്കും, താങ്കളുടെ ഭൂമി കൈവശത്തിൽ നിന്നും പോയിട്ട് എന്തുകൊണ്ട് താങ്കൾ ഇത്രയും നാൾ മിണ്ടാതെയിരുന്നു എന്ന്. ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയച്ചിരുന്നോ എന്നൊക്കെ. ഈ 2 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകിയില്ലെങ്കിൽ കേസ് അദ്ദേഹത്തിന് എതിരാകും. കേസ് നൽകിയത് വഴി എനിക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് പണം ഇങ്ങോട്ട് തരേണ്ടിയും വരും. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ആരാണോ അധിക ഭൂമി കൈവശം വയ്ക്കുന്നത് അയാൾക്ക് ആ ഭൂമിയുടെ പോക്കുവരവ് ചെയ്ത് ഭൂനികുതി ചീട്ട് നൽകാനാണ്.
ഭൂമിയുടെ വിസ്തീർണം കുറവ് വന്ന ഹതഭാഗ്യർ ഇത് കേൾക്കുകയാണെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സർക്കാർ കള്ളന്മാരുടെ കൂടെയാണോ? ഭൂമി വെട്ടിപ്പിടിച്ചെടുക്കുന്ന കൊള്ളക്കാർക്കൊപ്പമാണോ? ഇതെന്ത് നീതിയാണ് എന്നൊക്കെ. ഇത് കേട്ടാൽ ശരിയാണെന്ന് തോന്നുമെങ്കിലും ഇത് പൂർണ്ണമായി ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഭൂമി ഒരു പൊതു സ്വത്താണ്, പൊതുവിഭവമാണ്. അത് നമ്മൾ നിയമാനുസരണം കൈവശം വയ്ക്കുമ്പോൾ മാത്രം അതിൽ നമുക്ക് ഒരു സാങ്കല്പികമായ ഉടമസ്ഥത നിയമം അനുവദിച്ചു തരുന്നു. അതുപ്രകാരം സ്ഥലം കൈവശം വയ്ക്കാം, റെൻറ്റും റവന്യൂ എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിയമം പറയുന്നത് ലാൻഡിൽ നിന്നും റെൻറ്റും റവന്യൂവും എറേസ് ചെയ്യുമെന്ന്. അങ്ങനെ ലാൻഡ് കൈവശം വെച്ച് അതിലെ റെൻറ്റും റവന്യൂവും എടുത്ത് എൻജോയ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു വിഹിതം സർക്കാരിലേക്ക് നൽകുന്നതിനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത ഇവിടെ എനിക്ക് വന്നു ചേരുകയാണ്. അതിനെ കപ്പമെന്നോ നികുതിയെന്നോ വിളിക്കാം. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് നികുതിയിന്മേലായിരിക്കുന്നത് കൊണ്ട് ലാൻഡ് കൈവശം വെച്ച് ആസ്വദിക്കുന്നവർ ആരായാലും അവർ കപ്പം അല്ലെങ്കിൽ നികുതി കിട്ടണം. അത് ഉടമയായാലും ശരി, കൈവശക്കാരനായാലും ശരി. അതുകൊണ്ടാണ് ഞാൻ കൈവശം വയ്ക്കുന്ന എൻ്റെ 10 സെൻറ്റിനും അധികമായി കൈവശം വയ്ക്കുന്ന 2 സെൻറ്റിനും ഞാൻ നികുതി കെട്ടാൻ ബാധ്യസ്ഥയാകുന്നത്. ഞാൻ 12 സെൻറ്റ് കൈവശം വെച്ച് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് 12 സെൻറ്റിൻ്റെ നികുതി എന്നിൽ നിന്നും സർക്കാർ വാങ്ങിയെടുക്കും. നമ്മുടെ ഭൂമി മറ്റൊരാൾ കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മുടെ റൈറ്റ് ഓഫ് എക്സ്ക്ലൂഷൻ പ്രയോഗിക്കണമെന്നാണ് നിയമം പറയുന്നത്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ ഇങ്ങനെ അധിക ഭൂമി കൈവശം വെച്ചിട്ടുള്ളത് പോക്കുവരവ് ചെയ്ത് ആ കൈവശക്കാരിൽ നിന്നും നികുതി ഈടാക്കുന്നതിന് സർക്കാർ തീരുമാനം കൈക്കൊണ്ട് ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവത്കരണ ആക്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആക്ടിന് ഇതുവരെ ചട്ടങ്ങൾ പാസ്സായിട്ടില്ല. അതുകൊണ്ട് കൈവശക്കാരുടെ അധിക ഭൂമി എങ്ങനെ ക്രമപ്പെടുത്തും എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഇതിനെ മറികടക്കാനാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവിൽ ഡിജിറ്റൽ സർവേയിൽ അധികമായി കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഭൂമിക്ക് ആധാരം ചെയ്യുന്നതിനും പോക്കുവരവ് ചെയ്യുന്നതിനും നികുതി ഒടുക്കുന്നതിനും വ്യവസ്ഥ വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയായി 13 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള വില്ലേജുകളിലാണ് ഇപ്രകാരം പോക്കുവരവ് സാധ്യമാകുന്നത്. അധിക ഭൂമി കൈവശം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഈ സ്ഥലത്തിന് ആധാരം ചെയ്യുന്നതിന് നിയമതടസ്സമൊന്നുമില്ല എന്ന് രജിസ്ട്രേഷൻ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആധാരപ്രകാരമുള്ള വസ്തുവിനേക്കാൾ കൂടുതലായി വസ്തു ലഭിച്ചതിനെ സംബന്ധിച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് നികുതി വകുപ്പ് അനുമതി നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ ആ ആധാരങ്ങൾ പ്രകാരം പോക്കുവരവ് ചെയ്ത് നൽകുന്നതാണെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇവിടെ 5 കണ്ടീഷനുകൾ പാലിക്കേണ്ടതുണ്ട്. 1. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് 13 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വില്ലേജുകളിൽ മാത്രമാണ് ഇപ്രകാരം അധിക ഭൂമിക്ക് പോക്കുവരവ് ചെയ്ത് നികുതി ഒടുക്കി നൽകുന്നത്. സർവേ അതിരടയാള നിയമപ്രകാരം അതിർത്തി ലൈനുകൾ ഭൂമിയിൽ സ്ഥാപിച്ച് അത് അന്തിമമായി തർക്കരഹിതമായി തീർച്ചപ്പെടുത്തുന്നതിനെയാണ് 13 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ തർക്കമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തർക്കം സർവേ ഓഫീസർ വഴി പരിഹരിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞു എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. 2. ആധാരപ്രകാരമുള്ള വസ്തുവിനേക്കാൾ കൂടുതലായി വസ്തു ലഭിച്ചത് സംബന്ധിച്ച് പ്രസ്തുത കൈമാറ്റ ആധാരത്തിൽ വ്യക്തമായ രേഖപ്പെടുത്തലുകൾ വരുത്തി പുതിയ ആധാരം രജിസ്റ്റർ ചെയ്യണം. സപ്ലിമെൻ്ററി ആധാരമായിരിക്കണം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെയുള്ള ആധാരത്തോടൊപ്പം ഒരു സപ്ലിമെൻ്ററി ആധാരം കൂടി എഴുതി ചേർക്കേണ്ടി വരും. 3. ആ ആധാരപ്രകാരമായിരിക്കും പോക്കുവരവ് ചെയ്ത് നൽകുന്നത്. അപ്രകാരം പോക്കുവരവ് ചെയ്ത് നൽകുന്നത് 2025 കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ പോക്കുവരവ് ചെയ്ത് നൽകുന്നത് ഒരു അന്തിമ നടപടിയല്ല, താൽക്കാലിക നടപടി മാത്രമാണെന്നും ആക്ട് നടപ്പിലാക്കുമ്പോൾ ആയതിലെ വ്യവസ്ഥകൾ പ്രകാരം ഏതെങ്കിലും തുകയോ മറ്റോ ഒടുക്കാൻ പറഞ്ഞാൽ അത് ഒടുക്കണം എന്നുമാണ്. ഇവിടെ നികുതി കുടിശ്ശിക എങ്ങനെ കണക്കാക്കണം എന്നൊന്നും വ്യക്തത വന്നില്ല. 4. ഇപ്രകാരമുള്ള പോക്കുവരവ് കൈവശക്കാരന് ആ ഭൂമിയിന്മേൽ തർക്കമില്ലാത്ത ഉടമസ്ഥാവകാശം ഉറപ്പു നൽകുന്നില്ല എന്ന ഒരു കണ്ടീഷൻ റവന്യൂ രേഖകളിൽ വാട്ടർമാർക്കായി രേഖപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഉടമസ്ഥാവകാശം വേണമെന്നുള്ളവർ അത് സിവിൽ കോടതിയിൽ പോയി വാങ്ങിയെടുക്കണം എന്ന്. ഭൂമിയുടെ ഉടമസ്ഥത നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം സിവിൽ കോടതികൾക്ക് മാത്രമാണ്.
സർക്കാരിന് ടാക്സ് പിരിക്കുക എന്ന എളിയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. 5. DBTR ഡിജിറ്റൽ BTR അടിസ്ഥാനമാക്കിയായിരിക്കും ഭൂമി പോക്കുവരവ് ചെയ്യുന്നത്. ഡിജിറ്റൽ സർവേയിൽ തയ്യാറാക്കുന്ന അടിസ്ഥാന ഭൂനികുതി നിർണയ രജിസ്റ്ററാണ് DBTR. ഈ രജിസ്റ്റർ പ്രകാരമായിരിക്കും നികുതി പിരിക്കുന്നത്. ഇതൊക്കെയാണ് പുതിയ സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾ. ഈ ഉത്തരവിന് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കാണുന്നു. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി ലാൻഡ് ടൈറ്റിലിംഗ് എന്ന മഹത്തായ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭൂമിയുടെ അവകാശം തർക്കരഹിതമായും കൃത്യതയോടും ഉടമസ്ഥത ഗ്യാരണ്ടി ചെയ്യപ്പെട്ടും ഭൂമി കൈവശം വയ്ക്കുന്ന ലാൻഡ് ടൈറ്റിലിംഗ് എന്ന ചുവടുമാറ്റം. ഇനി ഒരു പ്രധാന ചോദ്യം, നമ്മൾ കൈവശം വയ്ക്കുന്നത് സർക്കാർ ഭൂമിയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കൈവശം വയ്ക്കുന്നത് സർക്കാർ ഭൂമിയാണെങ്കിൽ യാതൊരു കാരണവശാലും അത് പോക്കുവരവ് ചെയ്ത് കിട്ടില്ല. സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരു രേഖ നിർമ്മിക്കുന്നത് അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ കൈവശമുള്ള അധിക ഭൂമി സർക്കാർ ഭൂമിയാണെങ്കിൽ യാതൊരു കാരണവശാലും അതിന് ആധാരം എഴുതാൻ കഴിയില്ല. സിവിൽ കോടതി വഴി അവകാശം സ്ഥാപിക്കാമെന്ന് വെച്ചാൽ സർക്കാർ അവിടെ നേരിട്ട് തർക്കം ഫയൽ ചെയ്യും. സർക്കാർ ഭൂമി എന്നത് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും ഭൂമിയാണ്. എല്ലാ സർവേ സെറ്റിൽമെന്റുകളും ആരംഭിക്കുന്നത് സർക്കാർ ഭൂമി ആദ്യമേ അളന്ന് മാറ്റിയിട്ടുകൊണ്ടാണ്. സർക്കാർ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മെയ്ഡ് ഈസി. താങ്ക് യു.